നമസ്കാരം. സർക്കാർ അനങ്ങുന്നില്ല. കായിക താരങ്ങൾ വീണ്ടും തെരുവിൽ. ഒരിക്കൽ കൂടി സർക്കാരിന്റെ കടുംപിടുത്തത്തിന് മുന്നിൽ കായിക താരങ്ങൾ നിരാശയോടെ സമരവുമായി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ. 11 മാസമായി ഭക്ഷണ അലവൻസ് ലഭിക്കാത്തതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കായിക താരങ്ങൾ പ്രതിഷേധിച്ചു തുടങ്ങിയിട്ട്. സ്പോർട്സ് ഹോസ്റ്റലുകളിൽ ഭക്ഷണം നൽകുന്നതിനുള്ള ഗ്രാന്റ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഭിക്ഷയാചിക്കൽ സമരവുമായാണ് 500ഓളം വരുന്ന കായിക താരങ്ങൾ തിരുവനന്തപുരത്തെത്തിയത്. കായിക താരങ്ങളെ പട്ടിണിക്കിടരുത്, ഭക്ഷണത്തിനുള്ള തുക അനുവദിക്കുക എന്നീ ആവശ്യങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള സ്പോർട്സ് ഹോസ്റ്റലുകളിലെയും അക്കാദമികളിലെയും കുട്ടികൾക്കുള്ള ഭക്ഷണ അലവൻസ് ആണ് മുടങ്ങിയത്. 11 മാസമായി ഭക്ഷണ അലവൻസ് കുടിശ്ശികയാണെന്ന് കായിക താരങ്ങൾ പറഞ്ഞു. 7 കോടി രൂപയാണ് കുടിശ്ശികയായത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ കായിക താരങ്ങൾ സമരത്തിനെത്തിയിരുന്നു. 84 ഹോസ്റ്റലുകളിലായി 1902 താരങ്ങളാണുള്ളത്. 250 രൂപ വീതമാണ് ഇവരുടെ പ്രതിദിന ഭക്ഷണ അലവൻസ്. വലിയ കായിക നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സർക്കാർ ഹോസ്റ്റലിലെ താരങ്ങൾക്ക് ഭക്ഷണ അലവൻസ് പോലും നൽകാത്തതും സ്പോർട്സ് കിറ്റ് വിതരണം മുടങ്ങിയതും വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയെങ്കിലും ഖജനാവ് കാലിയായതിനാൽ പണം നൽകുന്ന കാര്യത്തിൽ കായിക വകുപ്പ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് കായിക താരങ്ങളുടെ പരാതി. ധനം വകുപ്പ് പണം നൽകാത്തതാണ് സ്പോർട്സ് കൗൺസിലിന് തിരിച്ചടിയാകുന്നത്. ഇത്രയും വലിയ സമരം നടന്നിട്ടും കായിക മന്ത്രിയും ധനം വകുപ്പും കായിക താരങ്ങൾക്കായി രംഗത്ത് വരാത്തത് ദൗർഭാഗ്യകരമെന്ന് കായിക താരങ്ങൾ ആരോപിച്ചു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.